സാർ നമസ്കാരം. നമസ്കാരം. 2005 മുതൽ നടന്നു എന്ന് പറയപ്പെടുന്ന കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വൻ അഴിമതിയുടെ ചുക്കാൻ പിടിച്ച INTUC-യുടെ ദേശീയ നേതാവായ ആർ ചന്ദ്രശേഖരനും അതിൻ്റെ MD ആയിരുന്ന K രതീഷും ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. 2015 അന്വേഷിക്കുകയും 2020 CBI അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചന്ദ്രശേഖരനും രതീഷും ഇക്കാര്യത്തിൽ അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ള കൃത്യമായ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചിട്ടും പിണറായി വിജയൻ സർക്കാർ 3 വട്ടമാണ് INTUC നേതാവായ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുഖം തിരിഞ്ഞു നിന്നത്. പ്രോസിക്യൂഷന് അനുമതി കൊടുക്കാതെ പിണറായി വിജയൻ സർക്കാർ 3 തവണയാണ് ആ ഹർജിയിൽ മുഖം കുനിച്ച് മാറി നിന്നത്. അതായത് യാതൊരു തരത്തിലും നടപടിയെടുക്കാതെ, അനുമതി കൊടുക്കാതെ CBIയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് നടപടി മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരെ പിരിച്ചുവിടാൻ അധികാരമുള്ള സമിതിയുടെ അനുവാദമില്ലാതെ CBIക്ക് അത് നേരിട്ട് കഴിയുമായിരുന്നില്ല. മാത്രമല്ല, അഴിമതിയിൽ ഇതിലൊരു കുറ്റപത്രം സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രോസിക്യൂഷൻ വേളയിലെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നിയമപരമായ ഒരവസ്ഥ. അതുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടികൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുമതി ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായും അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളാൻ പറ്റാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസുമായി നീങ്ങുകയായിരുന്നു. അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാവില്ല, ഒരു ഉത്തരവുണ്ടാകില്ല. അന്ന് കശുവണ്ടി വ്യവസായ വകുപ്പ് കോർപ്പറേഷൻ്റെ MD ആയിരുന്ന മുഹമ്മദ് ഹനീഷ് തന്നെ കോടതിയിലെത്തി മാപ്പ് പറയുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടാകും എന്ന് പറഞ്ഞു. മുഹമ്മദ് ഹനീഷ് കോടതിയിലെത്തി, അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഇപ്പോഴത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണെന്ന് അദ്ദേഹം. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ പുതിയ സർക്കാർ വന്നു. VD സതീശൻ നേതൃത്വം നൽകുന്ന UDF-ൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അറിയിപ്പ് വരുന്നു. ഇതിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ അത് കോടതി അലക്ഷ്യമാകും എന്നുള്ളത് ബോധ്യമാകുന്നു. അങ്ങനെ VD സതീശൻ സർക്കാർ തങ്ങളുടെ പോഷക സംഘടനയായ, അതായത് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ, തൊഴിലാളി സംഘടനയായ INTUC-യുടെ ദേശീയ അധ്യക്ഷനായ ആർ ചന്ദ്രശേഖരനെ കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്നുള്ള ഈ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുക്കുന്നു. ഇന്ന് കോടതിയിൽ വിചാരണ നടക്കുന്നു. ഈ കൂട്ടത്തിൽ K രതീഷ് എന്ന് പറയുന്ന കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ MD കൂടിയായിരുന്ന അദ്ദേഹത്തിനെതിരെയും വിചാരണ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ചന്ദ്രശേഖരൻ്റെ അടുത്ത ബന്ധുവാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. മാത്രമല്ല, ഇപ്പോഴും ഇത്രയും വലിയ ഏതാണ്ട് 500 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറയുന്ന ഈ കേസിൽ പ്രതികളായി ചേർക്കപ്പെട്ടിരിക്കുന്ന രതീഷ് ഇപ്പോഴും ഖാദി ബോർഡിൻ്റെ സെക്രട്ടറിയായും റൂട്രോണിക്സിൻ്റെ MD ആയും തുടരുന്നു. അതുപോലെ INTUC-യുടെ നേതൃസ്ഥാനത്ത് ചന്ദ്രശേഖരനും ഇരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖാദി ബോർഡിൻ്റെയും റൂട്രോണിക്സിൻ്റെയും ചെയർമാൻ മുഖ്യമന്ത്രി തന്നെയാണ്. എന്നിട്ടും ഇതിനെതിരെ ഒരു നടപടി കൈക്കൊള്ളാതെ ഇരുന്നാൽ അത് VD സതീശൻ സർക്കാരിനും വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. പിണറായി വിജയൻ സർക്കാരിൻ്റെ അതേ തുടർച്ചയായിരിക്കും ഈ കാര്യത്തിൽ VD സതീശനും അനുവർത്തിക്കുന്നത് എന്നുള്ള ആക്ഷേപത്തിനും വഴിവെക്കപ്പെടും. അതുകൊണ്ട് തന്നെ തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലുണ്ടായിരിക്കുന്നു. എന്നാൽ പൂർണ്ണമായും അത് VD സതീശൻ സർക്കാരിൻ്റെ മാത്രം നേട്ടമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ വടിയെടുത്തു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, കൊല്ലം നിവാസിയായ മനോജ് കടകംപള്ളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പൊതുപ്രവർത്തകൻ്റെ കൃത്യമായ ഇടപെടലും ഈ കേസിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? സതീശൻ അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും, നല്ലതിനാണെങ്കിലും ചീത്തക്കാണെങ്കിലും, നമ്മൾ നമ്മുടെ തന്നെ സംഭവങ്ങൾ, നമ്മൾ തന്നെ കാരണക്കാരാകുന്ന വസ്തുതകൾ അവിടെ നിന്ന് നമുക്ക് ഊരിപ്പോരാൻ പറ്റിയില്ല. സതീശൻ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും നമ്പർ 1 വളർന്നതിൻ്റെ പിന്നിൽ സതീശൻ തന്നെ പറയാറുള്ളത് പോലെ നിലപാടുകളുടെ ഉറപ്പാണ്. നിലപാടുകളുടെ ഉറപ്പെന്ന് പറയുമ്പം നമ്മൾ ആലോചിച്ചാൽ ആദ്യം അൻവറിൻ്റെ കേസ് വന്നു. അൻവർ അറിയപ്പെടുന്ന ആളായിരുന്നു. അൻവറിനെ പക്ഷേ തള്ളിപ്പറഞ്ഞ് അൻവറിനെ മത്സരിക്കാൻ സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്താൻ സതീശന് സാധിച്ചു.
പിന്നെ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നു. സതീശന് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് അല്ലെ വേണ്ടപ്പെട്ടവരാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്ന മാങ്കൂട്ടത്തിനെയും ഒരു നിർണായക ഘട്ടത്തിൽ ചെയ്ത തെറ്റിൻ്റെ പേരിൽ തള്ളിപ്പറയാൻ സതീശൻ മടി കാണിച്ചില്ല. അപ്പം ഇങ്ങനെ ഓരോ പി കെ ശശി ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ഇങ്ങനെ വരുമ്പോൾ സതീശന് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കാൻ പറ്റും? ചന്ദ്രശേഖരനെ വെറുതെ വിടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ചന്ദ്രശേഖരനോട് പിണറായി വിജയൻ പെരുമാറിയതുപോലെയാണ് പെരുമാറാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് വരെ സതീശൻ ആർജിച്ച എല്ലാ നല്ല ഇമേജും, ഒരു തീരുമാനമുള്ളവൻ, ആദർശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവൻ, അഴിമതിക്കെതിരെ നിൽക്കുന്നവൻ, ആ ഇമേജ് മുഴുവൻ ഒറ്റയടിക്ക് വലിച്ചു ചാർത്തപ്പെടുമായിരുന്നു. അപ്പോൾ സതീശൻ ഇവിടെ ഒരു നിയോഗം പോലെ ചന്ദ്രശേഖരനെതിരായിട്ട് നടപടിയെടുക്കാനുള്ള നിയോഗവും ആരുടെ പിടലേക്ക് വന്നു? സതീശൻ്റെ പിടലേക്ക് വന്നു. സതീശൻ ഇപ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റിയതായിട്ടാണ് കാണുന്നത്. ചന്ദ്രശേഖരൻ്റെ വളർച്ച നമുക്കാർക്കും മനസ്സിലാകുന്നതിനപ്പുറമുള്ള വളർച്ചയാണ്. കേവലം ഐ എൻ ടി യു സിയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് വെള്ളൂർ HPC ഹിന്ദുസ്ഥാൻ ന്യൂസ്പ്രിന്റ് ഫാക്ടറിയിലെ INTUC യൂണിയൻ്റെ നേതാവായിരുന്നു ചന്ദ്രശേഖരൻ. അവിടെ ചന്ദ്രശേഖരൻ്റെ യൂണിയന് എതിരായിട്ടുണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയുടെ യൂണിയനായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ എ ഗ്രൂപ്പിൻ്റെ കരുത്തനായൊരു പോരാളിയായിട്ട് ചന്ദ്രശേഖരൻ മാറുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് ഓരോന്നോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചന്ദ്രശേഖരൻ വളർന്നു വരുന്നു. ഈ വളർച്ച ഒരു പരിധി കഴിഞ്ഞ് തനിക്ക് എല്ലാവരെയും തൻ്റെ സാമ്പത്തിക സ്വാധീനം കൊണ്ട്, ട്രേഡ് യൂണിയൻ സ്വാധീനം എന്ന് പറയാൻ പറ്റില്ല, INTUC വളരെ ചെറിയ സംഘടനയാണ്, ഇപ്പോഴും അന്നും അതെ ഇന്നും അതെ എപ്പോഴും അതെ, ഈ സാമ്പത്തിക സ്വാധീനം കൊണ്ട് പലരെയും നിയന്ത്രിക്കാൻ പറ്റും എന്ന് കാണിച്ചു തന്നു. അതിൻ്റെ ഫലമായി പിണറായി വിജയൻ ആര് പറയുന്നത് കേൾക്കുള്ളൂ? ഇപ്പോൾ VD സതീശനെ, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ചന്ദ്രശേഖരനെ തള്ളിപ്പറഞ്ഞാൽ പോലും പിണറായി വിജയൻ ആരുടെ സപ്പോർട്ടിനുണ്ട്, രക്ഷയ്ക്കുണ്ട്? അല്ല, നേരത്തെ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചന്ദ്രശേഖരൻ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം കേൾപ്പിക്കണം. പിണറായി വിജയൻ പറഞ്ഞത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിൽ ചന്ദ്രശേഖരനിലേക്കോ അല്ലെങ്കിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ MD എല്ലാം എത്തുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അനുമതി കൊടുത്തില്ല. എന്നാൽ പിണറായി വിജയനെല്ലാം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നവുമായി വലിയ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടായിരുന്നതാണ്. കശുവണ്ടി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ അന്ന് പ്രതിപക്ഷമായിരുന്ന CPM ശക്തമായി ഇടപെട്ടതാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ CPMൻ്റെ നിലപാട് ഇതായിരുന്നില്ലോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എടുത്ത നിലപാടുകളെല്ലാം ആരായാലും ഭരണത്തിൽ വരുമ്പോൾ അതേപടി തുടരുക എന്നുള്ളത് നയമല്ല. തെളിവുകളുടെയും അല്ലെങ്കിൽ അനുബന്ധ രേഖകളുടെയും എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഒരു തീരുമാനം കൈക്കൊള്ളുക. അതിന് മുൻവിധി അവിടെ ഒരു വിഷയമല്ല എന്നാണ് പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി കൊടുക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം VD സതീശൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ മുന്നിലുണ്ട്. എന്നാൽ അന്നത്തേതിൽ നിന്നും, അതായത് പിണറായി വിജയൻ സർക്കാരിന് അന്ന് സമർപ്പിക്കപ്പെട്ട രേഖകളിൽ നിന്നും വ്യത്യസ്തമായി അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ഈ കേസിൽ ചന്ദ്രശേഖരനെതിരെ പുതിയ ഏതെങ്കിലും കണ്ടെത്തലുകൾ CBI നടത്തിയിട്ടില്ല. അതേ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി VD സതീശൻ സർക്കാർ പ്രോസിക്യൂഷന് അനുമതി കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അന്ന് പിണറായി വിജയൻ ചന്ദ്രശേഖരനെ ചേർത്ത് നിർത്തിയതിൻ്റെ പിറകിൽ തീർച്ചയായും മറ്റു പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പറഞ്ഞു കേൾക്കുന്നത് 500 കോടി രൂപയുടെ അഴിമതിയാണ്. ഈ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ ഒരുപാട് തട്ടിപ്പ്. ഒന്ന്, നിലവാരം കുറഞ്ഞ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, അതുപോലെ കശുവണ്ടി കോർപ്പറേഷൻ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, നേരിട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു. ഇത്തരം പല വിഷയങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി CBIയുടെ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് വിചാരണയ്ക്ക് ശേഷം തന്നെയായിരിക്കും. പക്ഷേ ഈ 500 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ 80 കോടി രൂപയുടെ ഡയറക്റ്റ് അവിടെ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ പിണറായി വിജയൻ R ചന്ദ്രശേഖരനെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ അങ്ങനെ കോടികളുടെ ഒരു മണികിലുക്കം ഉണ്ടാകാം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ തെറ്റു പറയാൻ സാധിക്കും എന്ന് എനിക്കും തോന്നുന്നില്ല. എങ്ങനെയാണ് രാജമോഹൻ സാർ അതിനെ വിലയിരുത്തുന്നത്? എൻ്റെ പിന്നിൽ ഇപ്പോൾ മറ്റേ മനോജ് കടകംപള്ളിയെ ഭയപ്പെടുത്തി പണം ഓഫർ ചെയ്തു, വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. വധിക്കുമെന്നുള്ള ഭീഷണിയൊന്നും അത്ര നിസ്സാര കാര്യമല്ല. വെള്ളൂർ HPCയിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത്
INTUC A വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു, പേര് TV ജോസഫ്. അദ്ദേഹവും യാദൃശ്ചിക കൊല്ലപ്പെടുകയായിരുന്നു. അതിൻ്റെ കഥയൊന്നും ഇവിടെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, എനിക്കൊട്ട് അറിയത്തുമില്ല. പക്ഷെ മറിച്ച് ഇങ്ങനെ ദുരൂഹമായ പല സാഹചര്യങ്ങളും INTUC രംഗത്ത്, ട്രേഡ് യൂണിയൻ രംഗത്ത് നടന്നിട്ടുണ്ട്. അതാരാ എന്താ, ജോസഫാണോ അല്ലെങ്കിൽ ചന്ദ്രശേഖരനാണോ പ്രതിവാദി എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ഈ കേസ് ഹൈക്കോടതിയുടെ മോണിറ്ററിങ്ങിൽ തന്നെ അന്വേഷിച്ച് പോയില്ലെങ്കിൽ ഈ കേസിനെ പുറകോട്ട് വലിക്കാൻ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു സംഘം തന്നെ അങ്ങോട്ട് വന്നെന്ന് വന്നേക്കാം. അത് അങ്ങനത്തെ ഒരു പിന്നോട്ട് വലിയില്ലാതെ ഈ കേസ് മുമ്പോട്ട് പോയാൽ തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ രാജ്യത്തിന് കാണിച്ചു കൊടുക്കാവുന്ന ഒരു നല്ല മാതൃകയും കൂടെ കേരളമാകും. തീർച്ചയായും അത് വി.ഡി. സതീശൻ എന്ന നേതാവിൻ്റെ നിയമപരമായ നടപടിക്ക് കിട്ടുന്ന ഒരു പൊൻതൂവൽ കൂടി തന്നെയായിരിക്കും, യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന വസ്തുതകളെല്ലാം വിശ്വാസയോഗ്യമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഏതാണ്ടൊരു ലാവലിൻ കേസിൻ്റെ നിലവാരത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള കോടികളാണ് പറഞ്ഞു കേൾക്കുന്നത്. 500 കോടിയുടെ അഴിമതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ 80 കോടി അഴിമതി കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ നിലവാരം കുറഞ്ഞ തോട്ടണ്ടിയുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ഇവരുടെ വിചാരണയ്ക്ക് ശേഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ കോടികളുടെ വലിപ്പം വളരെ വ്യത്യാസമായിരിക്കാം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്തു തന്നെയായാലും ആർ ചന്ദ്രശേഖരനും കെ രതീഷുമെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി നിയമ നടപടികൾക്ക് വിധേയരാകും, അല്ലെങ്കിൽ നിയമത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ഇവർക്കെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കാലം മാറി, ഭരണം മാറി. അതെ, അപ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നും അത്യുജ്വലമായൊരു നീക്കമുണ്ടായിരിക്കുന്നു. നീതി സംരക്ഷിക്കപ്പെടണം, നിയമം പാലിക്കപ്പെടണം എന്നുള്ള ആ ഒരു തീരുമാനത്തോട് സംസ്ഥാന സർക്കാരും ചേർന്ന് നിൽക്കുമ്പോൾ ഇനി കള്ളന്മാർക്കും കൊള്ളക്കാർക്കുമൊന്നും കേരളത്തിൽ രക്ഷയില്ല എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഇതിൽ ഉചിതമായ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കേരളത്തിൻ്റെ നിയമവാഴ്ചയ്ക്ക് മറ്റൊരു മുഖം തുറക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം.